ഞാൻ വിശ്വസിച്ച ഞാൻ കുട്ടിപ്രായം മുതൽ പണിയെടുത്ത പാർട്ടിയാണ് കോൺഗ്രസ്. ഞാൻ 9 വയസ്സിൽ 100 ചില്ലാനും വിദ്യാർത്ഥികളെ കുട്ടികളെയും കൂട്ടി പ്രകടനം നടത്തിയവരാണ്. അന്നു മുതൽ ഞാൻ ഈ പാർട്ടിയുടെ പ്രവർത്തന രംഗത്ത് ഞാൻ സക്രിയമാണ്. അന്നത്തെ മുദ്രാവാക്യം ഉണ്ടായിരുന്നു, തെക്ക് തെക്കൊരു ദേശത്ത് അലമാലകളുടെ തീരത്ത് ഫ്ലോറി എന്നൊരു ഗർഭിണിയെ ചുട്ടുകരിച്ചൊരു ഘാതകരെ ഇക്കൊടിയാണേ കട്ടായം പകരം ഞങ്ങൾ ചോദിക്കും. ഈ മുദ്രാവാക്യം വിളിച്ച് എൻ്റെ സഹപ്രവർത്തകരായ 9 വയസ്സ് 10 വയസ്സ് പ്രായമുള്ള കുട്ടികളെയും കൂട്ടി ഞാൻ ജാഥ നയിച്ചവനാണ്. അതിപ്പോഴും ഞാൻ എൻ്റെ മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്നു. ആ മാന്യത ഞാൻ ആളെയും പറയുള്ളൂ. മരിക്കുന്നത് വരെ ഇത് പാർട്ടിക്ക് വേണ്ടി ഞാൻ എന്നും ഉണ്ടാവും. അധികാരത്തിന് വേണ്ടിയോ കസേരയ്ക്ക് വേണ്ടിയോ ഒന്നുമല്ല. പാർട്ടി വരണം, അധികാരത്തിൽ വരണം. കോൺഗ്രസ് പ്രവർത്തകർക്ക് മനസ്സിനൊരു സംതൃപ്തി ഉണ്ടാവണം, അല്ലേ? ഈ സർക്കാർ മാറണം എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും പിണറായി ഒന്ന് വിളിക്കാൻ തോന്നിയിട്ടുണ്ടോ? പിണറായി എപ്പോഴെങ്കിലും ഒന്ന് വിളിക്കണം. കാര്യം അദ്ദേഹം ശാരീരികമായിട്ട് വിളിക്കും. അദ്ദേഹത്തിന് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ടായതൊക്കെ അറിയാമല്ലോ, അല്ലേ? അപ്പം ഒന്ന് വിളിക്കണമെന്നൊക്കെ തോന്നിയോ? ഒന്നുമില്ലെങ്കിലും പഴയ കോളേജിലല്ലേ, ബ്രണ്ണൻ കോളേജിലെ നമ്മൾ പരസ്പരം സംസാരിച്ചിട്ടൊന്നും ആണോ? ഇങ്ങോട്ടും സംസാരിച്ചിട്ടില്ല. ഇനി ഒന്ന് സംസാരിച്ചു. എനിക്കൊന്നും അങ്ങ് അടുത്തൊരു ഘട്ടത്തിലേക്ക് എത്തി തോന്നുന്നു, അല്ലേ? അതായത് നോക്കൂ, ഏത് നേതാവ് പറയാ ഞാൻ ഒന്നിനുമില്ല, എനിക്ക് മുഖ്യമന്ത്രി ആവണ്ട, ഞാൻ ഒന്നിനുമില്ല എന്ന് പറയുന്നതിനെ അതിജീവിച്ചല്ലോ. അത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെ അതിജീവിച്ച മനുഷ്യന് ഇനി പിണറായി വിളിക്കാമല്ലോ ധൈര്യമായി. പിണറായി വിജയനും ഞാനും തമ്മില് ഈ ലിഫ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കല്ല് കാണുന്നിട്ടുണ്ട്. ഞാനിങ്ങനെ കേശുവിൻ്റെ സമരം ആ സമരം പൊളിക്കാൻ വേണ്ടി SFIക്കാർ. അപ്പോൾ SFIക്കാർ ഇങ്ങനെ സംഘടിച്ച് ഇങ്ങനെ കുട്ടികളെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരിക, നമ്മളത് പൊളിക്കുകയാണ്. അപ്പോൾ പൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കൂട്ടർ അവർ കുറച്ച് കുട്ടികളെയും കൂട്ടി ഞാൻ അവിടെ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ സയൻസ് ബ്ലോക്കിൽ ഞാനിങ്ങനെ നിൽക്കുന്നുണ്ട്. ഞാൻ കേസിൻ്റെ നേതാവാണ്. അപ്പോൾ ഞാൻ പറയുന്ന പോലെ എന്നാൽ നടക്കുക. അപ്പോൾ എല്ലാവർക്കും നിർദ്ദേശം കൊടുത്തിട്ട് ഞാനവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ SFIയുടെ ആളുകൾ സംഘടിപ്പിച്ചിട്ട് SFIൻ്റെ നേതാക്കൾ അവരെയും കൊണ്ട് നമ്മുടെ സയൻസ് ബ്ലോക്കിലേക്ക് വരികയാണ്. അത് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ബ്ലോക്കിൽ മേലെ നിൽക്കുന്നു, നമ്മളെ കുട്ടികളൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. താഴെ നിന്ന് SFIൻ്റെ കുട്ടികൾ കയറി വരുന്നു. ആ കയറി വരുന്നത് സ്റ്റെയർ കേസ് കയറി വരുവാണ്. സ്റ്റെയർ കേസ് കയറി വരുമ്പോൾ അതിൻ്റെ അകത്ത് നമ്മളെ SFIയുടെ നേതാവ് ഉണ്ടായിരുന്നു. ആരാ നേതാവ്? AK ബാലൻ. അതാരാ അവർ പറഞ്ഞേ? AK ബാലൻ അതിന് നേതൃത്വം കൊടുത്ത് കൊണ്ടുവരികയാണ്, കയറി വരികയാണ്. അപ്പം അത് പിന്നെ സ്റ്റെയർ കേസിൻ്റെ നേരെ ഒരു 5 സ്റ്റെപ്പിന് താഴെ എത്തിയപ്പോൾ എൻ്റെ കാല് വീശി എത്തുന്നിടത്തെത്തി. അപ്പം ഞാൻ നന്നായിട്ട് ഇതിൻ്റെ ഭാഗത്തൊരു കളരിയുണ്ട്. അതെൻ്റെ അച്ഛൻ്റെ സുഹൃത്ത് തുടങ്ങിയ കളരിയാണ്. ആ കളരിയിലൊക്കെ കളിക്കുന്ന സമയമാണ്. അപ്പോൾ കാലെല്ലാം പൊക്കിയാലങ്ങ് മേലെ എത്തും. അപ്പം ഞാൻ ഈ കക്ഷി അങ്ങ് നോട്ട് കയറി വരുമ്പോൾ ഞാൻ നല്ല കാല് പൊക്കി അങ്ങനെ വീശി. പോനങ്ങന്ന് കയറി വരുമെന്നാണ് ചോദിക്കുന്നത്, നീ താരാസിംഗ് ചോദിച്ചിട്ടാ വരുന്നു, താരാസിംഗ് ചോദിച്ചിട്ടാ വരുന്നത് ഹൗസേക്ക്. അപ്പോൾ ഞാൻ പറഞ്ഞു താരാസിംഗ് അല്ല, ഗംഗോങ്ങാന്ന്. അത് പറയലും ഞാൻ കാല് പൊക്കലും ഞാനൊരു ചവിട്ടിയപ്പോൾ ഇയാളങ്ങ് തെറിച്ചങ്ങ് വീണതാണ്. അത് വലിയ പ്രശ്നമായി. അപ്പോൾ അന്ന് പിണറായി വിജയൻ നേരം പരീക്ഷ എഴുതുന്നുണ്ട്, എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി കോളേജിലുണ്ട്. അപ്പോൾ ആരോ അവിടുത്തെ ഒരു രാഘവൻ എന്ന് പറഞ്ഞിട്ട് ഒരു അറ്റൻഡർ ഉണ്ട്, അയാൾ പോയിട്ട് ഇദ്ദേഹത്തോട് പറഞ്ഞ് ഇങ്ങനെ അടിച്ചിട്ടുണ്ട്, ചവിട്ടിയിട്ടുണ്ട്, വീണിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അക്കുന്ന് പിണറായി വിജയൻ അങ്ങനെ വരുന്ന ഇപ്പോൾ എൻ്റെ കണ്ണിൻ്റെ അകത്തുണ്ട്. അദ്ദേഹം നടന്നു വരുന്ന ഈ രംഗമില്ലേ, അദ്ദേഹത്തിൻ്റെ ഈ കൂനിഞ്ചിട്ട് ഇങ്ങനെ ആക്കിയിട്ടുള്ള നടത്തമില്ലേ, ആ നടത്തം ഇപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്തുണ്ട്. ഒരു നീല ഷർട്ടും മഞ്ഞ മുണ്ടും കൊടുത്തിട്ട് ഈ കൂനിയായിട്ട് ഈ സ്ഥലത്തേക്ക് കയറി വരികയാണ്. ആ കയറി വരുമ്പോൾ ഞാൻ അവിടെ നിൽക്കുകയാണ്.
ഞാനവിടെ നിൽക്കുന്നിടക്ക അദ്ദേഹം എൻ്റെ ചോദിച്ചു, നീ എന്താടാ കിങ്കോങ്ങാന്നോ ചോദിച്ചു. ഞാൻ പറഞ്ഞു കിങ്കോങ് അല്ല, ദാരാ സിംഗാന്നും പറഞ്ഞ ഒരൊറ്റ ചവിട്ടു. അവിടെയാണ് വീഴുന്നത്. അടുത്ത